സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ അയാളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചൊരു സാധനം പബ്ലിക് ഓഡിയൻസിന് ഒരു തരത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കണ്ടന്റ് ആക്കണമോ ഇല്ലയോ എന്നുള്ളത് പോലും ചിന്തിച്ചു പോയി. പക്ഷേ സംസാരിക്കപ്പെടണം എന്ന് തോന്നിപ്പോയി. അത് ഒരിക്കലും അഖിൽ NRDയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അഖിൽ NRDയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, അദ്ദേഹത്തിന്റെ വൈഫുമായി ബന്ധപ്പെട്ട ഒരു എലോപ്പിംഗ് സിറ്റുവേഷൻ, അതിൽ നടക്കുന്ന കാര്യങ്ങൾ, ചർച്ചകൾ. എനിക്ക് അതിലേക്ക് പോകാനേ താല്പര്യമില്ല. അതൊക്കെ ഓരോ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പബ്ലിക് ലൈഫ് അൺടിൽ ആൻഡ് അൺലെസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കേസായി മാറുന്നതോ വരെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. പക്ഷേ ഇന്ന് പോകുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എവറിത്തിങ് ഇസ് എ കോണ്ടന്റ്. ഒരു നടി നടന്നു വരുന്നത് തൊട്ട് ഒരു നായകൻ നടന്നു വരുന്നത് തൊട്ട് എന്തും കോണ്ടന്റായി മാറുന്ന ഒരു ഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇസ് എ കോണ്ടന്റ്. നമ്മൾ സിനിമാ സ്റ്റാർസിനെയോ അല്ലെങ്കിൽ താരങ്ങളെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മീഡിയ ഉൾപ്പെടെ കോണ്ടന്റ് ആക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ടു വാട്ട് എക്സ്റ്റെന്റ്? ആ എക്സ്റ്റെന്റ് ആണ് ഇവിടുത്തെ ചോദ്യം. അല്ലാതെ ഇത് കോണ്ടന്റ് ആക്കരുതെന്നോ ഇതാക്കാൻ നിങ്ങൾക്കില്ല എന്ന് പറയുന്ന ഒരു ഡബിൾ സൈഡഡ് പരിപാടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് നമുക്കൊരു അതിർവരമ്പ് എന്ന് പറയുന്നൊരു കോണ്ടന്റ് ഉണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പല രീതിയിലും ആളുകൾ കമന്റ്സ് ആയിട്ടും പോസ്റ്റുകളുമായിട്ട് പല രീതിയിലുള്ള കഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഹെൽത്തി സൊസൈറ്റിക്ക് ചേർന്നതല്ല എന്നത് മാത്രമാണ് ഈ കോണ്ടന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ വ്യക്തിയോട് വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഇയാളുടെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കണ്ടന്റാക്കി മാറ്റുന്നത് ഉൾപ്പെടെ ഇന്ന് ബാക്ക്ലാഷ് നേരിടുന്ന ഒരു സമയവും കൂടിയാണിത്. അത് അയാളുടെ അനുവാദത്തോടു കൂടിയാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അനുവാദത്തോടു കൂടിയാണെങ്കിൽ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു. പക്ഷെ അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. അത് ഇങ്ങനെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് മാത്രമല്ല, ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് ആരുടെ കുടുംബത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ, അതിനെ കളിയാക്കുന്ന രീതിയിലോ വ്യാഖ്യാനിക്കുന്ന രീതിയിലോ മാറ്റുന്നതിനോട് ഒരു തരത്തിലുമുള്ള യോജിപ്പ് സ്വാഭാവികമായിട്ടൊരു പബ്ലിക് ഓഡിയൻസിന് ഉണ്ടാവില്ല. ഇത് ഇന്ന് സംസാരിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അഖിലിനെ പോലൊരു ഇൻഫ്ലുവൻസർ കേരളത്തിൽ തന്നെ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഇൻഫ്ലുവൻസറാണ്. അയാളുടെ ഇൻഫ്ലുവൻസിങ്ങും അയാളുടെ കോണ്ടന്റ് ക്രിയേഷനും കാരണം, അല്ലെങ്കിൽ അയാൾക്കുള്ളൊരു ഫാൻ ബേസ് കാരണം അയാൾക്ക് സിനിമയിലേക്ക് ഒരു കോൾ വരുന്നു. ആ സിനിമ കഴിഞ്ഞ മാസമാണ് റിലീസ് ചെയ്തത്. സിനിമയുടെ ജയപരാജയങ്ങൾ അത് നമുക്ക് അറിയാവുന്നതാണ്. ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായില്ല. പക്ഷെ ആ സിനിമാ മേഖലയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. എന്തോ ആയിക്കോട്ടെ, അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്നത്തെ സോഷ്യലി ഒക്കറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ ടേക്കപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടുമാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അതിർവരമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഹേർട്ടിംഗ് ദ ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബൗണ്ടറീസിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫിലേക്കോ പോകുന്നതിനെ പറ്റിയല്ല ഇവിടെ ചർച്ച. അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാനും താല്പര്യമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നാളെ സംഭവിക്കാം എന്ന് സംബന്ധിക്കുന്ന ഒരു ബൗണ്ടറി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ചർച്ചയാക്കി മാറ്റുക, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരിക. ഒരു സിനിമയുടെ സിനോപ്സിസ് പല രീതിയിൽ സംസാരിക്കുന്ന പോലെ അല്ല ഒരു പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യത്തിൽ ഏതൊക്കെ രീതിയിൽ ടോക്സ് മാറുക എന്നുള്ളത്. ഇതൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററെ പറ്റി മാത്രമല്ല, സിനിമാ നടന്മാരുടെ കാര്യത്തിലും അവരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചും എപ്പോഴും ഒരു ഗ്രാഫ് ഓഡിയൻസിനിടയിൽ ഉണ്ടാവാറുണ്ട്. അതെപ്പോഴും ചർച്ച ചെയ്യാനും ആളുകൾക്ക് താല്പര്യമാണ്. ബിക്കോസ് അയാളുടെ കണ്ടന്റുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ, ഒരു ബഞ്ച് ഓഫ് ആളുകൾ, ഒരു പറ്റം ആളുകൾ ഇന്നത്തെ സൊസൈറ്റിയിലുണ്ട്. ആ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് ഇത്രയും കൂടുതൽ സംസാരിക്കപ്പെടാനുള്ള കാരണവും അത് തന്നെയാണ്. ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വൈഫ് എലോപ്പ് ചെയ്യുന്ന ഒരു CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നു, അപ്പോൾ അത് ചർച്ചയാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുന്നതല്ലാതെ ഇതിന്റെ നിജസ്ഥിതി എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ, ഇതിന് ഇന്ന വ്യക്തിക്ക് പ്രശ്നമുണ്ടോ, ഇതൊന്നും അറിയാതെ പബ്ലിക് ഡൊമൈനിലിട്ട് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് ഇടുമ്പോഴാണ് എന്തുകൊണ്ട് ഇതിനൊരു അതിർവരമ്പില്ല, ഒരു ബൗണ്ടറി ഇല്ല എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും പല പ്രേക്ഷകർക്കും ചോദിച്ചു പോകുന്നത്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഇതുപോലുള്ള ചർച്ചകളിൽ പല ഹെൽത്തി കമന്റ്സും കണ്ട്, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ള കമന്റുകൾ പണ്ട് കാണില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിന്റെ അളവ് കുറവായിരുന്നു. ഇന്ന് അതിന്റെ അളവ് കൂടിയിട്ടുണ്ട്, വിച്ച് ഇസ് ഹെൽത്തിയർ. അത് ഇന്നത്തെ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റും, ആളുകൾക്ക് വിവേകം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതും ഹെൽത്തി കോൺവെർസേഷനായിട്ട് തോന്നിപ്പോയി. അവിടെയാണ് ഇതിന് പ്രസക്തി വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പലരും ഉണ്ടാവും. അവരെല്ലാവരും പബ്ലിക്കലി അപ്പീലിംഗ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എന്നാൽ പോലും ഒരു പേഴ്സണൽ ലൈഫിലേക്ക്
പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുന്ന ഘട്ടത്തിൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു അതിർവരമ്പ് വെക്കേണ്ടതെന്നുള്ളത് കണ്ടിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പം തന്നെ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടേക്കപ്പ് ചെയ്തേക്കുന്ന സമയത്ത് അവരുടെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട്. ചിലർ വാർത്ത മാത്രം പറയുന്നുണ്ട്, ചിലർ സംഭവിച്ചത് മാത്രം പറയുന്നുണ്ട്, ചിലർ അവരവരുടേതായ രീതിയിലുള്ള ഫാന്റസീസ് ഉൾപ്പെടെ ചേർത്ത് പറയുന്നുണ്ട്. അതിനെല്ലാം റിയാക്ട് ചെയ്യുകയും ആ കണ്ടന്റിനനുസരിച്ചുള്ള റീച്ചും സ്വാഭാവികമായിട്ടും കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടന്റും റീച്ചിനേക്കാളും അപ്പുറത്ത് ഒരാളുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ഇമോഷൻസ്, പേഴ്സണൽ സെന്റിമെന്റ്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവും ബൗണ്ടറീസും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദ്യം ചെയ്യപ്പെടുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ആണിത്. അതിൽ നമ്മൾ ഏത് സ്റ്റാൻഡിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് അഭിപ്രായം പറയണോ പറയണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഓഫ് കോഴ്സ് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണൽ ചോയ്സുകൾക്കാൾ ഉപരി ഇത് എവിടെ നിർത്തണം എവിടെ നിർത്തരുത് എന്നുള്ളൊരു വിവേകവും ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ കണ്ടന്റ് നിങ്ങൾ എടുക്കുമ്പോൾ പോലും ഓർക്കുക, നിങ്ങളും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ യു ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് പീപ്പിൾ. നിങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്യുമ്പോഴേക്കും അതനുസരിച്ച് ആളുകളും അത് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും അത് ടേക്കപ്പ് ചെയ്യും, അവരവരുടേതായ സ്റ്റോറീസും വ്യാഖ്യാനങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോ എവറി ആക്ട്, എല്ലാവരുടെയും ആക്ട് വളരെ ഇൻഫ്ലുവൻസിംഗ് ആയി മാറുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നാൽ വലിയ ഉപകാരം.